ഹായ്, ഇന്ന് ചെയ്യാൻ പോകുന്നത് പ്ലെയിൻ ടോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡിസൈനാണ്. പിന്നെ അതിനായിട്ട് നമുക്ക് കുറച്ച് ത്രെഡ് ആവശ്യമാണ്. ഞാൻ ചെയ്യാൻ പോകുന്ന ഡിസൈൻ ഇതുപോലെയാണ്. നമ്മൾ ചുരിദാറിൻ്റെ ഫ്രണ്ട് പോർഷനിൽ കുറച്ച് ലൈൻസ് ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് എംബ്രോയ്ഡറി അറിയാത്തവർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ്. അതിനായിട്ട് നമുക്ക് കുറച്ച് ത്രെഡ് ആവശ്യമാണ്. അത് ഏത് ത്രെഡായാലും കുഴപ്പമില്ല. ആരി വർക്കിന് യൂസ് ചെയ്യുന്ന ത്രെഡോ അല്ലെങ്കിൽ ആങ്കർ ത്രെഡോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ സ്റ്റിച്ചിങ്ങിന് യൂസ് ചെയ്യുന്ന ത്രെഡോ യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ചുരിദാറിൻ്റെ ഫ്രണ്ട് പോർഷനിൽ കുറച്ച് ലൈൻസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ബട്ടൺസ് മുൻഭാഗത്തുണ്ട്, അത് അഴിച്ചു മാറ്റിയതിന് ശേഷമാണ് ഞാൻ ലൈന് മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ചെയ്തു തുടങ്ങാവുന്നതാണ്. ഇതുപോലെയാണ് ലൈന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 6 ലൈൻസാണ് ഞാൻ ഫ്രണ്ട് പോർഷനിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഒരു സ്കെയിൽ വെച്ചിട്ട് ഇത്ര ഗ്യാപ്പ് വെച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം നമുക്ക് ടോപ്പ് ഒരു ഫ്രെയിമിലോ ഉറപ്പിച്ചതിന് ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാത്ത പക്ഷം ലൈൻസ് നമുക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ലൈന് ചെരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫ്രെയിം വെച്ചിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് ഞാൻ ബട്ടൺ അഴിച്ചു മാറ്റിയത്. ഞാൻ എല്ലാ ലൈൻസും ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ചെയ്യുന്ന സമയത്ത് ഫ്രെയിം യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യാം. ഫ്രെയിം യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ലൈൻസ് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ട് ഫ്രെയിം യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യാം. നമ്മുടെ ഡിസൈനിൻ്റെ ഫൈനൽ ലുക്കാണിത്. എംബ്രോയ്ഡറി ഒന്നും അറിയാത്തവർക്ക് പോലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ്. അപ്പം പ്ലെയിൻ ടോപ്പ് ഉണ്ടെങ്കിൽ എല്ലാവരും നിർബന്ധമായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.